കേരളവും കർണാടകയും തമ്മിൽ അവകാശ തർക്കം തുടരുന്ന ഭൂമിയിൽ താമസിക്കുന്ന ആദിവാസി കുടുംബങ്ങൾ ആശങ്കയിലാണ് എന്നുള്ളതാണ്. കണ്ണൂർ ചെറുപുഴ ആറാട്ടുകടവിലെ 11 കുടുംബങ്ങളാണ് പ്രതിസന്ധി നേരിടുന്നത്. സംസ്ഥാന സർക്കാർ ഇവർക്ക് സ്ഥലവും വീടുമൊക്കെ അനുവദിച്ചെങ്കിലും ഇതുവരെ താമസയോഗ്യമായിട്ടില്ല. കർണാടക വനംവകുപ്പ് നേരത്തെ ചില കുടുംബങ്ങൾക്ക് കുടിയിറങ്ങാൻ നോട്ടീസ് നൽകിയിരുന്നു. കാണാം ന്യൂസ് മലയാളം ദ ബിഗസ്റ്റ്. ആറാട്ടടവ് എന്തായാലും മാറണം. ഈ ചങ്ങലക്കണ്ണികൾ ഒരു അതിരിടുന്നുണ്ട്. പേരുകൊണ്ട് മലയാളിയെങ്കിലും കന്നഡ മണ്ണിൽ പലതിനെയും പേടിച്ച് താമസിക്കേണ്ടി വരുന്ന കുറച്ചു മനുഷ്യരെ വേർപെടുത്തുന്നതാണ് ഈ ചങ്ങല. ഇത് കണ്ണൂർ ചെറുപുഴ ആറാട്ടുകടവിലെ അഭയാർത്ഥി തുല്യമായ മനുഷ്യരുടെ ജീവിതത്തിന്റെ കഥയാണ്. അവിടെ ആനശല്യം, പിന്നെ പോക്ക് വരവിന് ബുദ്ധിമുട്ട്, പണിക്ക് വരാൻ ബുദ്ധിമുട്ട്, ഇങ്ങനെയുള്ള ശല്യങ്ങളാണ്. പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട 11 കുടുംബങ്ങളാണ് പുളിങ്ങോം പഞ്ചായത്ത് 5-ാം വാർഡായ ആറാട്ടുകടവിൽ താമസിക്കുന്നത്. കാര്യങ്കോട് പുഴക്കരയിൽ വനത്തിനകത്ത് ചെറുകൂരകളിൽ താമസിക്കുന്ന ഇവർക്ക് പക്ഷേ സ്വന്തം ഭൂമിയില്ല. കേരള കർണാടക സർക്കാരുകൾ ഒരുപോലെ അവകാശവാദം ഉന്നയിക്കുന്ന ഭൂമിയിലാണ് ഇവരുടെ താമസം. റേഷൻ കാർഡും തിരിച്ചറിയൽ കാർഡും ഉൾപ്പെടെ രേഖകളിലെല്ലാം ഇവർ കേരളത്തിലാണ്. എന്നാൽ താമസിക്കുന്നത് തങ്ങളുടേതെന്ന് കർണാടക അവകാശം ഉന്നയിക്കുന്ന ഭൂമിയിലും. മുൻപ് ഇവിടെയുള്ള ചില വീടുകൾക്ക് കെട്ടിട നമ്പറുകൾ അനുവദിച്ചു കൊടുത്തിരുന്നു. അങ്ങനെയായിരുന്നു. ആ കെട്ടിട നമ്പർ അനുവദിച്ച് കൊടുത്തുകൊണ്ടായിരുന്നു, അത് വെച്ചായിരുന്നു റേഷൻ കാർഡ് മറ്റു കാര്യങ്ങളൊക്കെ മുന്നോട്ട് ലഭിച്ചത്. എന്നാൽ ഇന്നത്തെ സ്ഥിതിയിൽ ഇപ്പോൾ ഒരു ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. ഇവർക്ക് പകരം ഇനി ഇവിടെ ഇപ്പം നിൽക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ് ഉള്ളത്. അതിനുള്ള പ്രവർത്തനങ്ങൾ തന്നെയാണ് പൂർത്തിയായിട്ട് വരുന്നതും. 11 പേർക്കും സ്ഥലവും വീടും അനുവദിച്ച് കൊടുത്തിട്ടുണ്ട്. നേരത്തെ ആറാട്ടുകടവിൽ ഉണ്ടായിരുന്ന 40 കുടുംബങ്ങൾ 11ആയി ചുരുങ്ങിയതിന് കാരണങ്ങൾ ഏറെയാണ്. അടച്ചുറപ്പില്ലാത്ത കൂരകൾക്ക് ചുറ്റും കാട്ടാനകളുടെ ചൂര് വിട്ടുമാറാറില്ല. വിഷപ്പാമ്പുകൾ ഉൾപ്പെടെ വന്യജീവി ശല്യം വേറെയും. അടുത്ത കാലത്ത് തങ്ങളുടെ ഭൂമിയിൽ നിന്ന് ഒഴിഞ്ഞു പോകണമെന്ന് കർണാടക വനംവകുപ്പ് നോട്ടീസ് നൽകുക കൂടി ചെയ്തതോടെ അക്ഷരാർത്ഥത്തിൽ ഈ മനുഷ്യർ അഭയാർത്ഥികളായി. സ്വന്തമല്ലെങ്കിലും ഒരു കൂരയെങ്കിലുമുള്ള മണ്ണിൽ നിന്ന് അവർക്ക് പലായനം ചെയ്യേണ്ടി വന്നു. ഒഴിഞ്ഞുപോയ കൂരകളോട് ചേർന്ന് അരകല്ലുകളും പണിയായുധങ്ങളും ഉടമകളില്ലാതെ കിടപ്പുണ്ട്. എങ്ങോട്ട് പോകുമെന്ന് തീർച്ചയില്ലാത്ത ഇവരിൽ 7 കുടുംബങ്ങൾ വാടകയ്ക്ക് താമസിക്കാൻ തീരുമാനിച്ചു. അതിനും പറ്റാത്ത 4 കുടുംബങ്ങളാണ് ഇപ്പോൾ കർണാടക വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ കരുണയിൽ വനംവകുപ്പിന്റെ പഴയ കെട്ടിടങ്ങളിൽ കഴിയുന്നത്. അവിടെ എന്തായാലും ആനശല്യമുണ്ട്, പാമ്പ് ഇഷ്ടം പോലെ. ഇപ്പം ഒരിക്കലും ഒറ്റയ്ക്ക് പോകാനാവില്ല ഒരാളുടെ സഹായം ഇല്ലാണ്ട്. അല്ലെങ്കിൽ പോകണമെങ്കിൽ തന്നെ നമ്മളിപ്പോൾ എന്തെങ്കിലും എടുക്കണമെങ്കിൽ തന്നെ ഒരു വണ്ടി സഹായം വേണം. അല്ല, കുട്ടികൾ പഠിക്കുന്നുണ്ടെങ്കിൽ തന്നെ എങ്ങനെയായാലും ഒരു സഹായം ഇല്ലാണ്ട് എങ്ങനെയും വരാനാവില്ല. മഴ വന്നാൽ 2 സൈഡിലും വരാൻ ബുദ്ധിമുട്ടുണ്ട്. ഇവിടെ ഓഫീസർമാരെല്ലാവരോടും കൂടെ നമ്മൾ പണിക്കാരായി ചോദിച്ചു. ബുദ്ധിമുട്ടില്ല, ഇവിടെ 2-3 മാസം മാറി നിന്നോ കുഴപ്പമില്ല എന്ന് പറഞ്ഞു. 11 കുടുംബങ്ങൾക്കും സ്ഥലം പതിച്ചു നൽകി വീട് നിർമ്മിക്കാനുള്ള പദ്ധതി കേരള സർക്കാർ നടപ്പിലാക്കിയിട്ടുണ്ട്. എന്നാൽ ഇവിടെ കുടിവെള്ളമോ വൈദ്യുതിയോ ഇതുവരെ ലഭ്യമായിട്ടില്ല. അവിടെ താമസം തുടങ്ങിയാൽ ഇപ്പോൾ ലഭിക്കുന്നതും പരമ്പരാഗതവുമായ തൊഴിലുകളുടെ കാര്യത്തിലും പ്രതിസന്ധി തന്നെ. തറ കെട്ടിയിട്ടു, ബാക്കി പൂർത്തി ഇരിക്കാൻ പറ്റിയില്ല. വെള്ളമില്ല, പിന്നെ വെയിലായതുകൊണ്ട് നിർത്തിവെച്ചു. പെരിങ്ങോത്ത് നിർമ്മിക്കുന്ന വീടുകൾ ഏറ്റവും പെട്ടെന്ന് താമസയോഗ്യമാക്കണമെന്നാണ് ഇവരുടെ ആവശ്യം. കേരളത്തിന് അവകാശപ്പെട്ട ഏക്കർ കണക്കിന് വനഭൂമി കർണാടക സ്വന്തമെന്ന് അവകാശപ്പെടുമ്പോൾ അത് അളന്ന് തിട്ടപ്പെടുത്താനുള്ള നടപടികൾ ഉണ്ടാകണമെന്ന ആവശ്യവും ശക്തമാണ്. വോട്ടേഴ്സ് ID ഉൾപ്പെടെ രേഖകളെല്ലാം കേരളത്തിൽ, പാർപ്പിടം കർണാടകയിൽ. കണ്ണൂർ ചെറുപുഴ ആറാട്ടുകടവിലെ 11 കുടുംബങ്ങളുടെ അവസ്ഥയാണിത്. കേരള കർണാടക അതിർത്തിയിലെ വനപ്രദേശം ആരുടേതെന്ന അവകാശ തർക്കത്തിൽ തീർപ്പാകാത്തതാണ് ഈ അവസ്ഥയ്ക്ക് കാരണം. ഇന്ദ്രജിത്ത് അനിൽകുമാറിനൊപ്പം നിഖിൽ അളവൂർ, ന്യൂസ് മലയാളം, കണ്ണൂർ.